ഏവർക്കും തള്ളൽ സാഹിത്യശാഖയുടെ പുതിയൊരു മീറ്റിംഗിലേക്ക് സ്വാഗതം. മതി തള്ളൽ അതില്ലാതെ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെയുള്ളൊരു അന്ധവിശ്വാസം. എങ്കിലും ഈ തള്ളൽ എന്ന് പറഞ്ഞാൽ തുള്ളൽ പോലെ എന്തോന്ന് കരുതരുത്. ചുമ്മാ കണ്ണടിച്ച് തള്ളി അങ്ങ് വിട്ടേക്കണം. ഫോർ എക്സാമ്പിൾ, താങ്കൾ കഴിഞ്ഞ ദിവസം മൂത്രപ്പുര എന്ന് പറഞ്ഞിട്ട് സാധനം പഠിച്ചു വെച്ചില്ലേ? അതിന്റെ ഫ്രണ്ടിലായിട്ട് ബഹുമാനപ്പെട്ട നേതാവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയാൽ നിർമ്മിച്ച മൂത്രപ്പുര എന്നൊരു ബോർഡ് എഴുതി അങ്ങ് വെക്കണം. അല്ല, ഇത് മൂത്രപ്പുരയ്ക്ക് മാത്രം പറ്റുള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോ മൂത്രപ്പുരാന്നോ സ്കൂൾ കെട്ടിടന്നോ ബസ് സ്റ്റാൻഡെന്നോ ഹൈമാസ് ലൈറ്റെന്നോ എന്താന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് ചേർത്തോളൂ. അല്ല, പുള്ളിയുടെ ഈ ആസ്തിക്കോ തേയ്മാനോ ഇല്ലാത്ത തുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തള്ളൽ? അതെന്താന്ന് വെച്ചാ തള്ളിയില്ലെങ്കിൽ നേതാവിനെ കൊള്ളില്ലെന്നങ്ങ ജനങ്ങൾ വിചാരിച്ചാലോ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും തള്ളൽ മസ്റ്റാണ്. അല്ല നേതാവേ, അപ്പൊ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ടാർ ഒഴിച്ചാൽ അപ്പ ഫ്ലക്സ് വെച്ചോണം. റോഡിൽ കൂടെ വരുന്നവനും പോകുന്നവനും ഒക്കെ അതുകൊണ്ടങ്ങ് കൃതാർത്ഥരാവണം. ഇനി തള്ളിമറിച്ച റോഡിലെങ്ങാനും വിള്ളൽ വന്നാലോ? വിള്ളലെങ്ങാൻ വന്ന അപ്പ തള്ളല് നിർത്തി തുള്ളൽ തുടങ്ങിക്കോണം. ഇത് മറ്റൊരു റോഡാണ്, ഇത് കൊള്ളൂല, ഇതിലൊക്കെ വിള്ളൽ വീടില്ലെങ്കിലേ അതിശയുള്ളൂ. അങ്ങനെ അവരുടെ തലയിലേക്ക് അങ്ങ് ചാർത്തി കൊടുക്കുക. ഈ തള്ളലും തുള്ളലും തടിതപ്പിലാണ് ഇപ്പൊ വിള്ളൽ വീണ് ദേശീയപാതയെ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് പൊതുവെ വിള്ളൽ സീസൺ ആണെന്ന് തോന്നുന്നു. സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനത്തെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ വിള്ളൽ വീണെന്നാണ് കേട്ടത്. തദ്ദേശ വകുപ്പ് കാശ് മുടക്കിയിട്ടും ചടങ്ങിൽ തദ്ദേശ മന്ത്രിയെ തള്ളിയതാണത്രേ പൊള്ളലായത്. മതി. എന്തായാലും വിള്ളൽ വീണ സ്ഥിതിക്ക് ഉണ്ടാക്കി വെച്ച ഫ്ലെക്സ് ഒന്നും ഇനി വെക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വെക്കാൻ പറ്റിയ പുതുപുത്തൻ ഫ്ലെക്സിനുള്ള മാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്.